അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ സ്വതക്ക സക്കാത്തുകളും നമ്മുടെ സുഹൃതങ്ങളും ഖിറാഅത്തുൽ ഖുർആൻ അടക്കമുള്ള നാം ചെയ്യുന്ന എല്ലാ സുഹൃതങ്ങളും അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വരുന്ന നോമ്പുകളും അതേ രൂപത്തിൽ ധന്യമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ യളുമനു ലീ മാ ബൈന ലഹ്യൈഹി വമാ ബൈന രിജ്ലൈഹി അളുമനു ലഹുൽ ജന്ന. എന്നോട് വല്ല ഒരാളും ജാമ്യം നിന്നാൽ, മാ ബൈന ലഹ്യൈഹി രണ്ട് താടിയെല്ലിന്റെ ഇടയിലുള്ള വസ്തു കൊണ്ട് വല്ല ഒരാളും എന്നോട് ജാമ്യം നിന്നാൽ, വമാ ബൈന രിജ്ലൈഹി അവന്റെ രണ്ട് കാലിന്റെ ഇടയിലുള്ള വസ്തു കൊണ്ടും എന്നോട് ജാമ്യം നിന്നാൽ, അളുമനു ലഹുൽ ജന്ന അവനിക്ക് ഞാൻ സ്വർഗം നൽകാമെന്ന് ജാമ്യം നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം പറയുകയാണ്. എങ്ങനെ പറയുന്നു? ഇദൽ തസമൽ മുസ്ലിമു ബിഹിമാ ഫഇന്നഹു യദ്ഖുലുൽ ജന്ന. എന്താണ് ഈ പറഞ്ഞതിന്റെ ആശയം? ഈ രണ്ട് വിഷയം ഒരാൾ ശ്രദ്ധിച്ചാൽ അവനിക്ക് സ്വർഗപ്രവേശം ലഭിക്കുന്നതാണ്. ഒന്നാമത്തത് ഏതാണ്? രണ്ട് താടിയെല്ലിന്റെ ഇടയിലുള്ള അവയവം ഹിഫ്ളുൽ ലിസാനി മിനത് തകല്ലുമി ബിമാ യഗ്ളബുല്ലാഹു തആല. നാവിനെ സൂക്ഷിക്കണം. അല്ലാഹു തആല കോപിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നാവിനെ സൂക്ഷിക്കണം. ഏഷണി പാടെ ഉപേക്ഷിക്കണം, പരദൂഷണം ഉപേക്ഷിക്കണം, കള്ളം പറയുന്നത് ഉപേക്ഷിക്കണം, മോശമായ സംസാരങ്ങളിലൊന്നും ഇടപെടരുത്. അങ്ങനെ സൂക്ഷിച്ചാൽ അളുമനു ലഹുൽ ജന്ന ഞാൻ അവനിക്ക് സ്വർഗം നൽകുമെന്ന് ജാമ്യം നിൽക്കും. രണ്ടാമത്തെ ഏതാണ്? ഹിഫ്ളുൽ ഫർജി അവന്റെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കണം. മിനൽ വുഖൂഇ ഫിൽ ഫാഹിഷ മോശമായ ഒരു പ്രവർത്തനത്തിലും അവന്റെ ഗുഹ്യസ്ഥാനം കൊണ്ടെത്തിക്കില്ല എന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനിക്കും സ്വർഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വിഷയം വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. ഒന്നാമത്തത് നാവാണ്. ഗുഹ്യസ്ഥാനത്തേക്കാൾ കൂടുതലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് തെറ്റായ പ്രവർത്തനങ്ങൾ സംസാരിക്കാനും പ്രവർത്തിക്കാനും നാം ഉപയോഗിക്കുന്ന നാവാണ്. നാവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു വലിയ ഓഫറാണ് നൽകുന്നത്. എന്താണ് ഓഫർ? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. വഖൂലു ഖൗലൻ സദീദ നല്ല വർത്തമാനം പറയണമേ. നിങ്ങളുടെ നാവ് കൊണ്ട് അനാവശ്യമായ ഒരു വർത്തമാനവും പറയരുത്. എപ്പോഴും ആരോടും, അത് മക്കളായാലും ഭാര്യയായാലും മാതാപിതാക്കളായാലും ബന്ധുമിത്രാദികളായാലും ആരായാലും, അയൽവാസികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും, നിങ്ങളുടെ നാവിൽ നിന്ന് നല്ലതേ വരാവൂ. നാവുകളിൽ നിന്ന് മോശമായ ഒരു വർത്തമാനം പറയരുത്. നല്ല വർത്തമാനം പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഓഫർ, നമുക്ക് നൽകുന്ന ഓഫർ എന്താണ്? യുസ്ലിഹു ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ അള്ളാഹു തആല നന്നാക്കും. നാവൊന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നന്നാവും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും. ഈ രണ്ട് വിഷയം വലിയ ഗൗരവമായ കാര്യമാണ്. ഈ രണ്ട് വിഷയം, നമ്മുടെ അഅമാലുകൾ നന്നാവുന്നതും നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നതും ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഈ രണ്ട് കാര്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ നാവിനെ സൂക്ഷിച്ചാൽ മതി. വമൻ യുതിഇല്ലാഹ വറസൂല, ഈ രൂപത്തിൽ അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞിട്ടുണ്ട്. ആ അള്ളാഹും അവന്റെ റസൂലിനെയും വല്ലൊരുത്തരും വഴിപ്പെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഖദ് ഫാസ ഫൗസൻ അദീമാ, അവനിക്ക് ഉന്നതമായ വിജയം. ഫാസ എന്നാണ്, വിജയിച്ചിരിക്കുന്നു, ഉന്നതമായ വിജയമാണ് അവനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാവിനെ നല്ലതുപോലെ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മൻ കസുറ കലാമുഹു കസുറ ഖതുഉഹു. ഒരാളുടെ സംസാരം ഇങ്ങനെ സംസാരിക്കുകയാണ്, വെറുതെ ഇങ്ങനെ സംസാരിച്ചാൽ അറിയാതെ തെറ്റുകൾ കൂടി വരും. വമൻ കസുറ ഖതുഉഹു ഖല്ല ഹയാഉഹു. ഒരാളുടെ പാപങ്ങൾ കൂടിയാൽ അത് എന്തിന്റെ ലക്ഷണമാണ്? ഹയാ ഇല്ലാത്തവനാണ്, ഹയാ കുറഞ്ഞവനാണ്, ലജ്ജ കുറഞ്ഞവനാണ്. ഏത് ഹറാമിയത്തിൻ്റെക്കും അവൻ കടന്നു ചെല്ലും. വമൻ ഖല്ല ഹയാഉഹു ഖല്ല വറഉഹു. ഒരാളുടെ ഹയാ, ലജ്ജ അത് കുറവായി പോയാൽ അവനിക്ക് ഒരു സ്ഥലത്തും അവന്റെ വീട്ടിലും അവന്റെ പരിസരങ്ങളിലും ഒരു സ്ഥലത്തും
ഒരു സൂക്ഷ്മതയുണ്ടാവുകയില്ല. എന്താണോ മുന്നിൽ വരുന്നത്, എന്താണോ മുന്നിൽ കാണുന്നത്, അത് ഹറാമോ ഹലാലോ എന്ന് ചിന്തിക്കാതെ അവൻ തോന്നിയതുപോലെ നടക്കും. വമൻ ഖല്ല വറഉഹു മാത ഖൽബുഹു, ഒരാളുടെ സൂക്ഷ്മത കുറഞ്ഞു പോയാൽ, ഒരാളുടെ സൂക്ഷ്മത ഇല്ലാതെയായാൽ അവന്റെ കൽബ് മരിച്ചുപോയി. വമൻ മാത ഖൽബുഹു, ഈ രൂപത്തിൽ ഒരാളുടെ കൽബ് മരിച്ചാൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം നല്ലതുപോലെ ആലോചിക്കണം, നല്ലതുപോലെ ചിന്തിക്കണം. നമ്മുടെ നാവാണ് നമ്മുടെ നാശത്തിലേക്ക് ഇടുന്നത്. നമ്മുടെ നാവാണ് നരകത്തിലേക്ക് പോകാനുള്ള കാരണം. നമ്മുടെ നാവാണ് നാം ഒന്നുമില്ലായ്മയായി തെറ്റായ പ്രവണതകളിലൂടെ മുന്നോട്ട് പോകാനുള്ള കാരണം. പ്രധാനമായും നമ്മുടെ നാവാണ്. ആ നാവിനെ സൂക്ഷിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ ജാമ്യം നിൽക്കും, സ്വർഗം തരാം. ഇതിൽ വലിയ ഓഫർ വേറെ ഏതുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ എവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലെ. നാം ഇവിടെ ഒന്ന് നല്ലതുപോലെ ജീവിച്ചാൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അവിടെ ഒക്കെ നാം മാന്യമായി ജീവിച്ചാൽ സ്വർഗം നമുക്ക് ലഭിക്കും. അത് ഉറപ്പാണ്. സ്വർഗം ലഭിച്ചു എന്ന് സന്തോഷ വാർത്ത നമുക്കറിയുമെങ്കിൽ ഇവിടെ എന്ത് ക്ലേശം സാരമില്ല നിന്നിലെ. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഒരു കുഴപ്പവുമില്ല. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാം അള്ളാഹു ഖൈറിലാക്കി തരും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്താണ്? അവന്റെ ഗുഹ്യസ്ഥാനം. അത് നേരത്തെ പറഞ്ഞതുപോലെ ഏഷണിയും പരദൂഷണവും പറഞ്ഞ് നടന്ന് അവന്റെ സൂക്ഷ്മത നഷ്ടപ്പെട്ട്, അവന്റെ വറഅ് നഷ്ടപ്പെട്ട്, അവന്റെ ആ ഹയ ലജ്ജ നഷ്ടപ്പെടുമ്പോൾ പോകുന്ന വഴിയാണ് ലൈംഗികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു ഹദ്ദും പരിമിതിയും ഇല്ലാതെ വിട്ടോടുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ അദാബാണ് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ വളരെ ശക്തമായ ഭാഷയിലാണ് ആ വിഷയം നമ്മെ അല്ലാഹു തആല തെര്യപ്പെടുത്തുന്നത്. വ്യഭിചാരം എന്ന് പറയുന്ന തെറ്റായ പ്രവണത ഒരാളിൽ ഉണ്ടായാൽ അവന്റെ ഭൗതികമായ സർവ്വതും നഷ്ടപ്പെടും. അവന്റെ എല്ലാവിധ നല്ല കാര്യങ്ങളും നഷ്ടപ്പെടും. അവൻ തെറ്റായ പ്രവണതകളിലൂടെ പോയി നാട്ടിനോ സമുദായത്തിനോ കുടുംബത്തിനോ വേണ്ടാത്തവനായി തള്ളപ്പെടും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. പരിശുദ്ധമായ റമദാനിൽ മാത്രമല്ല, ഇത് ഏത് സമയത്തും പരിശുദ്ധമായ റമദാനിൽ ചെയ്താൽ, അനാവശ്യമായ ഒരു വാക്ക് സംസാരിച്ചാൽ മറ്റുള്ള മാസങ്ങളെ പോലെയല്ല. അഅ്ളമു വിസ്റാ, കുറ്റം കൂടുതൽ കിട്ടും, ശിക്ഷയ്ക്ക് ഡോസ് കൂടും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ അവയവങ്ങളെ ഒക്കെ സംരക്ഷിച്ച് നല്ലവനായി ജീവിച്ച് നല്ലവനായി മരിക്കാൻ, മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.